ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു സൈലം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഡി എക്സാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു, കുട്ടികളൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു, എക്സാം ഈസി ആയിരുന്നു എന്നൊക്കെയാണ് കുറച്ച് പേരൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് എക്സാം ഒന്ന് അനാലിസിസ്, ഇപ്പോൾ കുട്ടികളുടെ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ, സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സബ്ജക്റ്റും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു റെഫറൻസ് എന്നുള്ള രീതിയിൽ വരുന്ന എക്സാമുകൾക്ക് ഒരു റെഫറൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇത് എന്തെങ്കിലുമൊക്കെ മിസ്മാച്ചുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആവട്ടെ. കാരണം ഒരു എക്സാം കഴിഞ്ഞു, അവരവരുടെ ഓർമ്മയിൽ നിന്ന് പരമാവധി ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓഫ് കോഴ്സ് നമ്മൾ അവരോട് താങ്ക്ഫുൾ ആണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള മിസ്മാച്ചുകളൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റ് ആയിട്ട് നോക്കാം. ആദ്യം മാത്സ് ആണ്. മാത്സിൽ കുട്ടികൾ പറഞ്ഞത് മെൻസുറേഷനിൽ നിന്ന് 3D റിലേറ്റഡ് ആണ് ഒരു ചോദ്യം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഓർമ്മയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. SICI കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടൈം ആൻഡ് വർക്ക് എന്നൊരു ചോദ്യമുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് 2 to 3. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞത് SICI പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് 6 മുതൽ 7 ചോദ്യങ്ങൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് CI ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ പെർസെൻറ്റേജ് റിലേറ്റഡ് 2 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പെർസെൻറ്റേജിന് ബേസിക് കാര്യങ്ങൾ വെച്ചിട്ടുള്ളതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് 1 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ ഒരു ചോദ്യം ചോദിച്ചു എന്നാണ് പറഞ്ഞത്. പ്രൊപ്പോർഷൻ, അതായത് A:B എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് 2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത്. പൈപ്പ് ആൻഡ് സിസ്റ്റം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിയിൽ നിന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ലൈക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് എന്നുള്ളത്, കുറച്ച് പേര് ഈസി എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക. ഡിസ്കൗണ്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മീൻ മീഡിയൻ മോഡിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പോവുക. സിംപ്ലിഫിക്കേഷൻ ഒരു ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു കുറഞ്ഞ കാലയളവിൽ അല്ലെങ്കിൽ ഈ ഒരു കുറഞ്ഞ ടൈമിൽ കുട്ടികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് SICI പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പോവാം. ബാക്കിയുള്ളതും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഈ രീതിയിലാണ് മാത്സ് എന്നത്. അപ്പോൾ പൊതുവേ കുട്ടികൾ പറഞ്ഞത് ഈസി ടു മോഡറേറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ഇപ്പോൾ ട്രിഗണോമെട്രി കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് കുറച്ച് പേരൊക്കെ പറഞ്ഞത്. ബട്ട് സ്റ്റിൽ നമുക്ക് ഈസി ടു മോഡറേറ്റ് എന്നുള്ള ലെവലിൽ തന്നെ പറയാൻ പറ്റുന്നേ ഉള്ളൂ മാത്സ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത നോക്കാം. റീസണിങ്ങിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് 4 മുതൽ 5, ബോക്സ് പസിൽ 4 മുതൽ 5, ഇങ്ങനെയാണ് കുട്ടികൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നിങ്ങൾ വേണം അത് കൺഫേം ചെയ്യാൻ അല്ലേ. അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ബോക്സ് പസിൽസ് ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് 6% ബേസ് ചെയ്തിട്ടുള്ള അതുപോലെ അല്ലെ ഒരു വെർട്ടിക്കലായിട്ട് കുറച്ച് ബോക്സുകൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മളിതൊക്കെ ഓൾറെഡി നമ്മുടെ മാരത്തോണുകളിലും അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നുകൂടെ നിങ്ങൾ കണ്ടിട്ട് പോവാം, എന്തായാലും ഹെൽപ്ഫുൾ ആവും. അതുപോലെ കോഡിംഗ് ഡീകോഡിംഗ് ഈസി ആയിട്ടുള്ള 2 ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. സീരീസ് 2 ചോദ്യം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്പർ സീരീസ്, ലെറ്റർ സീരീസിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്തായാലും 2-ൽ കൂടുതൽ കിട്ടാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും 2 ക്വസ്റ്റ്യൻ പ്ലസ് എന്നുള്ള ഇതിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൽഫബറ്റ് റിലേറ്റഡ്, അതായത് ഒരു വാക്ക് തന്നിട്ട് വവൽസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നു, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളത് 2 ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ നിന്ന് 3 ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ബ്ലഡ് റിലേഷൻ 1, സിലോജിസം 1 എന്നുള്ള രീതിയിലാണ്. എഗെയിൻ ഞാൻ വീണ്ടും പറയാണ്, കുട്ടികളുടെ ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ അവരുടെ മെമ്മറിയിൽ മാക്സിമം അവർ ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഡാറ്റ നമുക്ക് തന്നത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഒരു അടുത്ത ഷിഫ്റ്റ് അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ എക്സാമുകളിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹെൽപ്ഫുൾ ആവും എന്നുള്ളതിന് ഒരു തർക്കവും ഇല്ലാന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ഇപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പസിൽ ഇത് നന്നായിട്ട് നോക്കിയിട്ട് പോവുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഒരുപാട് ടൈം എടുക്കുന്നത് അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ പറഞ്ഞത് ഈ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ്. നിങ്ങൾ അഗെയിൻ ഞാൻ പറയുകയാണ്, കൺഫേം ചെയ്യണം താഴെ കമൻറ്റിൽ. പിന്നെ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും അത് മുഴുവനും കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ 20 ചോദ്യങ്ങളാണല്ലേ, റീസണിങ്ങിൽ 30 അല്ലേ, മാത്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 25, സയൻസ് 25, കറണ്ട് അഫയേഴ്സ് 20 ചോദ്യങ്ങളാണ്. ഈ 20-ലെ ഒട്ടുമിക്കതും അല്ലെങ്കിൽ ചില കുട്ടികൾ പറയുന്നത് മുഴുവൻ ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് MPs റിലേറ്റഡ് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അക്കാഡമി അവാർഡ് നോമിനേഷൻസ് അതൊക്കെയാണെന്നുള്ള കാര്യം, അല്ല ISRO LVM3 ലോഞ്ചിൻ്റെ കാര്യം പറയുന്നുണ്ട്. യോജനകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ GDP, സ്റ്റേറ്റ്സ് അല്ലെ, ഇൻഡെക്സ്, മിലിറ്ററി എക്സസൈസ്, ആപ്പ് ആൻഡ് പോർട്ടൽ എന്ന് പറയുന്ന എന്നൊന്ന് ചോദിച്ചിട്ടുണ്ട്. വലണ്ടിയോർ വെന്യൂ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് വിസിറ്റ് ചെയ്യുന്നു, അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ പല രാജ്യങ്ങളും
പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത്. EU കൗൺസിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സ് എന്നും അവരുടെ ഓർമ്മയിൽ നിന്നുള്ള അവർ പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് നല്ല രീതിയിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ ജൂലൈ കഴിഞ്ഞ ഓഗസ്റ്റ് 2025 മുതൽ ഈ ഒരു ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിച്ചു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. കുറച്ച് പേര് ജൂലൈ ആണ്, കുറച്ച് പേര് ജൂൺ വരെ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം ഫ്രെയിമിലുള്ള കറണ്ട് അഫയേഴ്സ് നിർബന്ധമായിട്ടും വെരി വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. നിങ്ങൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും കറണ്ട് അഫയേഴ്സ് സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് അല്ലെങ്കിൽ മുഴുവൻ ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് എന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒന്ന് ഓടിച്ച് നോക്കുക, വീഡിയോസ് കാണുക, ക്ലാസ്സുകൾ കാണുക, നോട്ടുകൾ വായിക്കുക, കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ പോകുക അല്ലേ. അപ്പോൾ വരുന്ന ഷിഫ്റ്റുകളും ഏകദേശം ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളതായിരിക്കാം അല്ലെ. സാധ്യത മാത്രമാണ്, പോസിബിലിറ്റിയാണ്. ബട്ട് സ്റ്റിൽ അങ്ങനെ തന്നെയാണല്ലോ അവരുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കറണ്ട് അഫയേഴ്സിന് നല്ല രീതിയിൽ സ്ട്രെസ് കൊടുത്തിട്ട് ഇനി വരുന്ന എക്സാമുകൾ നിങ്ങൾ എഴുതുക. ടെൻഷൻ്റെ കാര്യമൊന്നുമില്ല, കൂളായിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ ടെൻഷൻ ആക്കാനല്ല. അപ്പോൾ കൂളായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാതും. അപ്പോൾ അത് കൃത്യമായിട്ട് ഒന്നുകൂടെ നോക്കി പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് സയൻസിലോട്ട് വരുമ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി, അതുപോലെ ലെൻസ്, സൗണ്ട് അല്ലെ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, വർക്ക് ആൻഡ് ടൈം എന്ന് ചോദിച്ചിട്ടുണ്ട് ഫിസിക്സിൽ അല്ലെ, ഫോഴ്സ്, അതുപോലെ ലൈറ്റ് റിലേറ്റഡ് ചോദ്യങ്ങൾ ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻ, ആസിഡ്സ് ആൻഡ് ബേസസ്, അതുപോലെ മാഗ്നറ്റ്സ്, ലെൻസ്, ഹീറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് പെട്ടെന്ന് അവർക്ക് ഓർത്തെടുക്കാൻ പറ്റിയ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ സയൻസിൽ പറയുന്നത് മിക്ക ചോദ്യങ്ങളും കെമിസ്ട്രി ബേസ് ചെയ്ത് അല്ലെങ്കിൽ കെമിസ്ട്രി റിലേറ്റഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കാം. അപ്പോൾ കെമിസ്ട്രിയിലാണ് കൂടുതൽ ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് അവരുടെ ഓർമ്മയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ബട്ട് എന്നാലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്നാണ് സയൻസിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതിനൊന്ന് സ്ട്രെസ് ചെയ്യുക, അല്ല റിവൈസ് ചെയ്യുക. ലാസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുന്ന ടൈമിൽ കെമിസ്ട്രിയിൽ ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷനും അതുപോലെ ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറയുന്നതൊക്കെ ഒന്ന് നല്ല രീതിയിൽ നോക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകാനായിട്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വരുന്ന ഷിഫ്റ്റുകളുടെ കാര്യങ്ങളും ഇതുപോലെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഇനി എക്സാം എഴുതിയ ആൾക്കാർക്ക് അല്ലെ നിങ്ങളുടെ മാർക്ക് ഏകദേശം എത്രയാണെന്നൊക്കെ അറിയാം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചില്ലായിട്ടും കൂളായിട്ടും ഇരിക്കുക. ഇനി എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരും ചില്ലായിട്ടും കൂളായിട്ടും ഇരിക്കുക. ഇതൊന്നും കണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട. നമുക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ, എക്സാം എഴുതുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, റിവൈസ് ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് അത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുക, കൂളായിട്ടും ചില്ലായിട്ടും വരുന്ന എക്സാമുകൾ എഴുതുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.